ആലപ്പുഴ ചേർത്തലയിൽ പിതാവിനോട് മകന്റെ കൊടും ക്രൂരത. പുതിയകാവ് സ്വദേശി അഖിൽ മദ്യലഹരിയിൽ 75-കാരനായ പിതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മാപ്പ് വരണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. അവശനായ പിതാവിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നതും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്താണ് പറയുക? കേക്കട്ടെ, ഞാൻ കേക്കട്ടെ. അവനെ കല്ലു മാപ്പുറം ഞാൻ വിട്ടേക്ക്. ഈ പ്രസിദ്ധി ഞാൻ വിട്ടേക്ക്. ഞാൻ വിടും. മനീഷ് ഐഷാമാത്ത് നൽകും വിവരങ്ങൾ. മനീഷ്, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് മകന്റെ ക്രൂരത. 75 വയസ്സുള്ള ഒരു മനുഷ്യനെയാണ് ഇത്തരത്തിൽ അസഭ്യം പറയുന്നതും മാപ്പ് വരണടക്കം ആവശ്യപ്പെട്ട് മർദ്ദിക്കുന്നതും. വിവരങ്ങൾ എന്താണ്? അരണ്യ, കഴിഞ്ഞ ദിവസമാണ് ചേർത്തലയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പിതാവായിട്ടുള്ള ചന്ദ്രനെ ഇളയ മകനായിട്ടുള്ള അഖിലാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിൽ അയാൾ ആ ദൃശ്യങ്ങളിൽ തന്നെ നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അയാൾ മർദ്ദിക്കുന്നത്. ഈ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അയാൾ തീരെ അവശനാണ്. 75 വയസ്സായതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു അസുഖങ്ങളും ഒക്കെ അലട്ടുന്ന ഒരാളാണ്. അയാൾക്ക് നേരെ നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അയാളെയാണ് കഴുത്ത് ഞെരിക്കുകയും അതുപോലെ തന്നെ തലയ്ക്ക് അടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അമ്മയോട് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ ക്രൂരത ചെയ്യുന്നത്. ഈ ക്രൂരത ചെയ്യുമ്പോൾ അമ്മയും അതുപോലെ തന്നെ സഹോദരനുമുണ്ട്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സഹോദരനാണ്. പക്ഷെ അവരാരും തന്നെ ഈ മകന്റെ ക്രൂരതയിൽ ഇടപെടുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇയാൾ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ വയ്യാത്ത ചന്ദ്രൻ മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അഖിൽ ഇയാളെ മർദ്ദിക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ പട്ടണക്കാട് പോലീസ് ഇതുമായി നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലിപ്പോൾ ഇയാളെ കസ്റ്റഡി എടുക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നതാണ്. അതിന് ചോദിച്ചതിന് ശേഷമായിരിക്കും ഇയാളുടെ അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. എന്തായാലും മനുഷ്യനെ തന്നെ മരവിപ്പിച്ച തരത്തിലേക്കുള്ള ഒരു മർദ്ദനമാണ് നടന്നിരിക്കുന്നത്. ഒരു മകൻ 75 വയസ്സുള്ള തന്റെ പിതാവിനെ, അതും തീർത്തും അവശനായിട്ടൊരു പിതാവിനെ മാപ്പ് പറയണമെന്ന പേരിൽ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ് അരുണ്യ. ആലപ്പുഴ ചേർത്തലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മനീഷ് ഐഷാമാത്തിയാണ് വിവരങ്ങൾ നൽകിയത്.